മാർക്കോസ് എവിടെയായിരുന്നത്? റെസ്റ്റ് ആയിരുന്നു. വീട്ടില് ചൈനയിൽ നിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പുള്ളി 7 ദിവസം കഴിഞ്ഞാണ് പോയത്. സത്യം പറഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള ഗസ്റ്റ് അല്ല, തങ്കച്ചൻ വെച്ച ചൈനയിൽ സ്കിറ്റ് കളിച്ചിട്ടില്ലേ, മേക്കപ്പ് അടിക്കാതെ ആ വഴി പോയതാണ്. പെട്ടെന്ന് പൃഥ്വിരാജ് വരുന്ന ഒരു അല്ല, എന്താ വന്നപ്പോ ഡാൻസ് ചെയ്യാത്ത? ചെലങ്ക കെട്ടിയില്ല. സുമോദേവി പാട്ടിട്ടും പതറിയില്ല. യൂഷ്വലി ഈ ഫ്ലോറിൽ പതറാഞ്ഞല്ല, കാല് വഴുതി പോയി, പിന്നെ വരാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അതെ പെട്ടുപോയി. പിന്നെ എന്തായാലും ഇറങ്ങി വന്നാൽ പക്ഷെ അത് മാനേജ് ചെയ്തു നന്നായിട്ട്. നടയടിയേക്കാളും കൂടുതൽ നെഞ്ചിടിയാണ്. ഇവിടുന്ന് അടിക്കുന്നത് ആ നെഞ്ചിത് കൈയടളിയാ. അടിമാലിയുടെ ഒരു ഫോർച്യൂണർ അവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ശശാങ്ക ചേട്ടൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള പുറത്തിടുന്ന സാധനമല്ല. ഒരു പാത്രം ഇങ്ങനെ നോക്കി ഇപ്പുറത്തേക്ക് നിക്കണം, തീ കത്തിക്കണം, ആ സാധനം പേടിക്കണം. തീപ്പട്ടിയല്ലേ സമയം കളയണ ഉറച്ചും കിട്ടാ പോരെ പെട്ടെന്ന്. അതില്ല, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. എന്താ വേണം ഇരിക്കുക റമ്മിയ കുല്ലാന പറയും. അല്ല ചേട്ടാ, എത്ര ചീട്ടുണ്ട്? സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോർ ആണോ? ശരി. ചേട്ടന് കാർഡ്സ് നന്നായിട്ട് അറിയാലോ അല്ലേ? അറിയാമോന്നോ? എത്ര പ്രാവശ്യം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ കളിക്കാറുണ്ടല്ലോ അല്ലേ? കളിക്കാറുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴും കുണുക്കിട്ടോണ്ടാണ് വന്നത്. ആദ്യമായിട്ട് പ്രണയിച്ച ഏത് ക്ലാസ്സിലാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മ വെക്കുന്നതിന് മുന്നേ പ്രേമം തുടങ്ങിയെന്നാണ് താങ്കൾ പറയുന്നത്. ക്ലാസ് ആണെന്ന് ഓർമ്മ. അതായത് ആദ്യം ഉണ്ടായതിനു ശേഷം 3-ാം മാസത്തിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വന്ന നേഴ്സില്ലേ, അവിടെ നിന്ന് പോലും തുടങ്ങി. പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകാനാണ് എല്ലാരും ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ചോദിക്കാം. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും എനിക്ക് അങ്ങനെ രഹസ്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് രാത്രി കിടക്കാൻ വിളിച്ചിട്ട് എനിക്ക് 2 ദിവസം വീഡിയോ കോൾ ചെയ്യാൻ. ഒരുപാട് ഹോട്ടൽസിൽ താമസിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ആരൊക്കെയായിട്ടൊന്നും ചോദിക്കുന്നില്ല, ഒറ്റയ്ക്കായിരിക്കാം. അതെ അത്രേ ഉള്ളൂ. അല്ല നിങ്ങളൊക്കെ അയ്യോ എന്ന് പറഞ്ഞാൽ എന്റെ റൂമിന്റെ അപ്പുറം നിന്റെ റൂം, നിന്നെയും പോക്കോ. ജോലിയാണ് വെറുതെ ആണോ? നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ലെവലിന് അപ്പുറം കീപ്പപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ശശാങ്ക ചേട്ടൻ. എന്റെ തത്തക്കൂട് ഭൂതക്കല്ലാടി എവിടെ ഇരിക്കുന്നത് സാറേ? പൊട്ട് വെച്ചിട്ട് പൊട്ട് തൊടണ സുന്ദരിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതേ സുന്ദരിക്ക് പൊട്ട് കുത്ത അങ്ങനത്തെ ഒരു ഗെയിമാണ്. പക്ഷെ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ്. അത് പൊട്ടല്ല, അത് പഞ്ചറടയ്ക്കാനുള്ള സ്റ്റിക്കറാണ്. സാധിക പഞ്ചറായിരുന്നു. ഈ സ്ത്രീ സൗന്ദര്യം എന്ന് പറയുമ്പോ എങ്ങനെയാ നിങ്ങൾ അതിനെ വർണ്ണിക്കുക? ചേട്ടന്മാരോടാണേ. സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞത് എന്താ സൗന്ദര്യം? അതെ, ഒന്ന് വർണ്ണിക്കാമോ? സൗന്ദര്യം ഇങ്ങനെ ആയിരിക്കണം, വായി നിറങ്ങുന്നത് ഇതേപോലെ ആയിരിക്കണം. പൊട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അത് നെറ്റിയിൽ നമ്മൾ കുത്തിവെക്കുന്നു. അതിനുശേഷം ഒരാള് ഇതിലേക്ക് ഇങ്ങനെ കയറി ഒരിക്കലും കാല് നിലത്ത് മുട്ടാൻ പാടില്ല. നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും കേട്ടോ. എന്താ കറണ്ട് കമ്പി വല്ലതും ഇവിടെ പൊട്ടിക്കിടപ്പുണ്ടോ? അതായത് സ്റ്റെപ്പിനിയുടെ വരെ കാറ്റ് കുത്തണമെങ്കിൽ ആ പരിപാടി എന്ത് പരിപാടിയായിരിക്കണം? അല്ലല്ലേ, അത് സംഭവിച്ചതാണ്. കാരണം ഞാനും ഒരു ട്രൂപ്പിനോട് ഗസ്റ്റിന് പോയപ്പോ പരിപാടി പൊളിഞ്ഞു. സെക്കൻഡ് പ്രോഗ്രാം വരുന്നത് 2 മണിക്ക്. കേട്ടാത്തൊന്നും എല്ലായിടത്തും വിജയിക്കുന്ന പോലെ.
You're fundamental, you wanna run away. It's not secret. Who you looking for? Who's here to keep your head? പരിപാടി പൊളിഞ്ഞിട്ട് പെട്ടെന്ന് പോവാനും പറ്റിയില്ല. പ്രോഗ്രാം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ പക്ഷെ അത് പഞ്ചറായതാണോ കമ്മിറ്റിക്കാര് കുത്തി പൊട്ടിച്ചതാണോ അങ്ങനെ എത്ര തവണ ഏകദേശം പഞ്ചറായിട്ടുണ്ടാവും? അതെങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഇറങ്ങിയ അന്ന് മുതൽ ഇത് തന്നെ അവസ്ഥ. സത്യത്തിൽ ഈ പുള്ളി ഞങ്ങളുടെ ബാക്കിലെ ടയർ പഞ്ചറായെന്ന് പറയാനായി പുള്ളി വരും. അതൊന്ന് പറയാൻ വേണ്ടി അതൊന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നതെന്ന്. കഴിഞ്ഞ 1 കൊല്ലമായിട്ട് എന്റെ വണ്ടി പഞ്ചറായിട്ടേ ഇല്ല. അതിന് എനിക്ക് ഒരു പരിപാടിയില്ല. ടൈമിൽ ഇറങ്ങിയത് പോകുന്ന നോക്കാൻ വേണ്ടിട്ട് കുറച്ചുപേര് അവിടെ നിൽക്കുക. ഈ സമയത്ത് വരുന്നുള്ളത് അറിയാലോ. അതെ 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 എല്ലാരും നിക്കുന്നു പോകുന്ന. നീ അവര് പണി ഒപ്പിച്ചാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്റെ ഇതുപോലെ 2 വീലറിന്റെ ഫസ്റ്റ് ടയർ പഞ്ചറായി പോയി. നല്ല കഥ നല്ല കഥ നല്ല കഥ. കൈയടിക്കാം. എന്തിനാടി പൂങ്കൊടിയേ എപ്പിസോഡ് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ബിനുചേട്ടൻ നെഞ്ചും വിരിച്ചായിരിക്കണേ. ബിനുചേട്ടനാണ് ലാസ്റ്റ് അടി കൊടുത്തത്. അപ്പൊ ഇനി എന്താന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കറിയാം. ഓൾറൈറ്റ്, അടി കൊള്ളുന്ന വിചാരിച്ച ഞാനാണെങ്കിൽ ടീമും മാറിപ്പോയി. അപ്പൊ നീ ഒരു കാര്യം അടി കൊള്ളാതിരിക്കാൻ വേണ്ടി ഇനി അടുത്ത ഷെഡ്യൂൾ മുതൽ വിളിക്കട്ടെ അവളെ. അസീസ്ക എന്താ രംഗത്ത് അടുത്തുള്ള കളിക്കട്ടെ. കാല് കുത്തിയില്ലല്ലോ. കാല് കുത്താനാ പറയുന്നത്. എന്നിട്ട് ഇറങ്ങാൻ എടാ വാസ്കോഡഗാമ വരെ കാല് കുത്തി. നീ കാല് കുത്താ. അതെന്താണ് അത്? അങ്ങനെ പോണം. പിന്നെ വീട്ടിലൊക്കെ വീട്ടിലെ പറഞ്ഞ കേട്ടോ, ഞാൻ ഒരു 3 മാസം കഴിയുമ്പോ എത്തുന്നു. സ്വർണ്ണ കനിക്കട എവിടാ കുഴിച്ച് സ്വർണ്ണം എടുക്കാൻ പോകുമ്പോ കാല് സപ്പോർട്ട് ചെയ്യണേ. കാല് സപ്പോർട്ട് ചെയ്യണേ. ടൈറ്റാനിക്കിനകത്ത് ജാക്ക് കയറി ഓക്സിജൻ സിലിണ്ടർ ഇങ്ങോട്ട് എടുക്കണോ അതോ അളിയൻ അങ്ങോട്ട് വരും? ഞാൻ കാല് കെട്ടിട്ടില്ല. തീരാറായപ്പോ ആവേശം കൂടിയല്ലോ. 108 നമ്പറിനൊക്കെ അറിയാം. എത്രയാണ്? 107. ഇതില് നോബിച്ചേട്ടന്റെ സമയം അടിപൊളി സമയം. കുറെ നാൾക്ക് ശേഷം വരണേ. വന്നപ്പോ തന്നെ മേടിക്കാം. അപ്പൊ ഇത്തവണയും ഇതിൽ നിന്ന് പകുതി ഇങ്ങനെ അരിഞ്ഞു പോവോ? ഞാനിത് ഓരോ അടി അടിക്കും തോറും ചിപ്സ് വന്ന് വീഴുന്ന മുറിഞ്ഞു ഇവിടെ വീഴും.